ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ ഗണിതത്തിലെ 4ാമത്തെ പാഠമായ ഭാഗക്കണക്കുകൾ. അതിലെ പേജ് നമ്പർ 56ഉം 57ഉം ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ചുവടെയുള്ള ചിത്രങ്ങളിലെല്ലാം 2 വട്ടങ്ങളിലെയും നിറം കൊടുത്ത ഭാഗങ്ങൾ വെട്ടിയെടുത്ത് ചേർത്ത് വെച്ചാൽ ഒരു വട്ടത്തിൻ്റെ എത്ര ഭാഗം കിട്ടുമെന്ന് കണക്കാക്കുക. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് 2 വട്ടമാണ്. അതിലെ നിറം കൊടുത്ത ഭാഗങ്ങൾ വെട്ടിയെടുത്ത് ചേർത്ത് വെക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിറം കൊടുത്ത ഭാഗങ്ങൾ എത്രയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, ആദ്യത്തെ വട്ടം നോക്കൂ. ഇതിൽ ആകെ 3 ഭാഗങ്ങളാണുള്ളത്. അതിൽ എത്ര ഭാഗമാണ് ഷെയ്ഡ് കൊടുത്തിട്ടുള്ളത്, നിറം കൊടുത്തിട്ടുള്ളത്? ഒരു ഭാഗമാണ്. അപ്പം നമുക്ക് എന്ത് പറയാം? 1/3. ഇനി ഇവിടെ നോക്കൂ, ഈ ഒരു രണ്ടാമത്തെ വൃത്തം, ഇതിൽ ആകെ എത്ര ഭാഗങ്ങളുണ്ട്? നമുക്കൊന്ന് എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12. അപ്പോൾ 12 ഭാഗങ്ങളുണ്ട് ആകെ. അപ്പം നമ്മൾ 12 ഛേദമായിട്ട് എഴുതി. ഇതിൽ എത്ര ഭാഗമാണ് നിറം കൊടുത്തത്? അത് നമുക്ക് നോക്കാം. എത്ര ഭാഗമാണ് നിറം കൊടുത്തത്? 1 2 3 4 5 അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 5 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ കോളം പൂരിപ്പിക്കാം. എന്താണ്? 1/3 കൂട്ടണം 5/12. ഓക്കെ, ഇനി നമ്മളിത് കൂട്ടിയിട്ടാണ് ആൻസർ എഴുതേണ്ടത്. അപ്പം ഇത് കൂട്ടണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. നമുക്ക് എപ്പോഴാണ് നമുക്ക് ഭിന്നസംഖ്യകൾ അംശങ്ങൾ അതേപോലെ കൂട്ടാൻ പറ്റുന്നത്? ഛേദം ഒരുപോലെ ആവണം അല്ലേ? ഇവിടെ ഛേദം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, 1 3 ആണ്, 1 12 ആണ്. അപ്പം നമ്മൾ ഛേദത്തിനെ 1 ആക്കണം അല്ലേ? ഒരേ സംഖ്യ ആക്കണം. അപ്പം 3ൻ്റെയും 12ൻ്റെയും ലസാഗു നമ്മൾ കാണണം അല്ലേ? 3ൻ്റെയും 12ൻ്റെയും ലസാഗു എന്ന് പറഞ്ഞാൽ അറിയാലോ, പൊതുഗുണിതം നമ്മൾ കാണണം. അപ്പോൾ നമുക്ക് ആദ്യം അത് നോക്കാം, എന്നാലേ നമുക്ക് ഈസി ആയിട്ട് കൂട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യ ഘട്ടം കഴിഞ്ഞു. 1/3 കൂട്ടണം 5/12. ഈ 2 കോളത്തിൽ നിങ്ങൾ എഴുതി വെക്കുക. അപ്പോൾ അത് ഒരു കോളത്തിൽ മാത്രം എഴുതി വെക്കേണ്ട കണക്കല്ല, ഇതിന് ഒരുപാട് ക്രിയകളുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഭാഗം നോക്കാം. അപ്പോൾ നമുക്ക് പൊതുഗുണിതം നോക്കാം. ഓക്കെ, പൊതുഗുണിതം നോക്കാൻ നമുക്ക് ഇവിടെ ഉള്ളത് 3ഉം 12ഉം ആണ്. നമ്മുടെ ചോദ്യം എന്താണ്? 1/3 അതേപോലെ 5/12 ആണ്. അപ്പോൾ നമ്മൾ 3ൻ്റെ ഗുണിതങ്ങൾ എഴുതി. 3 6 9 12 15. 12ൻ്റെ ഗുണിതങ്ങൾ നമ്മൾ എഴുതി. 12 24. കൂടുതൽ എഴുതണമെന്നില്ല. ഓക്കെ, 36 അങ്ങനെ എഴുതി. അപ്പോൾ ഇത് രണ്ടെണ്ണത്തിലും ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? പൊതുവായിട്ടുള്ള ഏറ്റവും ചെറിയ സംഖ്യ ഏതാണെന്ന് നോക്കുക. അതാണ് നമ്മുടെ ലസാഗു അല്ലേ? ുമ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് നോക്കൂ. ഇവിടെ ഏറ്റവും ചെറുതായിട്ട് വരുന്ന, ഇവിടെ 12ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ഏറ്റവും ചെറുതായിട്ട് പൊതുവായിട്ട്, അതായത് രണ്ടെണ്ണത്തിലും കാണണം. ആരാണ്? 12 ഉള്ളത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 12 ഇതിൻ്റെ പൊതുഗുണിതം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ 1/3 നമുക്ക് 12ലേക്ക് മാറ്റണം അല്ലേ? 1/3 12ലേക്ക് മാറ്റാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ നമുക്കറിയാം 3 12ലേക്ക് മാറ്റാൻ. അപ്പം 1/3 നമുക്ക് 12ലേക്ക് മാറ്റണം. അതായത് ഛേദം നമുക്ക് 12 മാറണം. അപ്പോൾ 3 എന്തുകൊണ്ട് ഗുണിച്ചാലാണ് 12 കിട്ടുക? നമുക്ക് ഗുണനത്തിൽ അറിയാം, 3 ഗുണിക്കണം 4 ആണ് 12. അപ്പോൾ 3 4 കൊണ്ട് ഗുണിച്ചാലാണ് 12 കിട്ടുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ അംശത്തിനെയും എന്തുകൊണ്ട് ഗുണിക്കണം? 4 കൊണ്ട് ഗുണിക്കണം. അംശത്തിനെയും ഛേദത്തിനെയും എപ്പോഴും ഒരു സംഖ്യ കൊണ്ട് തന്നെ ഗുണിക്കണം. ഓക്കെ, അപ്പോൾ 1 ഗുണിക്കണം 4 എത്രയാണ്? 4. അപ്പോൾ നമുക്ക് 1/3 എന്താക്കി എഴുതാം? ഇനി 4/12 എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ ക്രിയ എഴുതുമ്പോൾ എങ്ങനെ എഴുതും? 1/3 കൂട്ടണം സമം 1/3 ഗുണിക്കണം 4/4. 1 ഗുണിക്കണം 4 4, 3 ഗുണിക്കണം 4 12. ഓക്കെ, അപ്പോൾ നമ്മുടെ 2 ഛേദങ്ങളും ഒരുപോലെയായി. ഇനി നമുക്ക് നോക്കിയാലോ. ഇനി നമുക്ക് 1/3 നമ്മൾ 4/12 ആക്കി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്?
4/12 കൂട്ടണം 5/12. 4ഉം 5ഉം എത്രയാണ്? 9/12. ഓക്കെ, ഇനി നമുക്ക് ലഭിച്ച ഉത്തരം ലളിതമാക്കണം. ഏറ്റവും സിംപ്ലസ്റ്റ് ലഘുവായിട്ടുള്ള രൂപത്തിലാണ് നമ്മളത് എഴുതേണ്ടത്. ഇവിടെ നിങ്ങൾ വീണ്ടും നോക്കുക, 9/12. ഇവിടെ 9ലും 12ലും പൊതുവായിട്ടുള്ള സംഖ്യ ഏതാണ്? 9ൻ്റെ ഗുണിതം എടുത്തു നോക്കിയാലും 12ൻ്റെ ഗുണിതം നോക്കിയാലും നമുക്ക് എന്താണ്? ഒരു 3 3 അല്ലേ, 3 6, 3 9 അല്ലേ. അതേപോലെ 12ൻ്റെത് നമ്മൾ നോക്കിയാലും നമുക്ക് 12 കിട്ടുന്നതിൽ ഏതൊക്കെ എഴുതാം? ഇപ്പോൾ ഇവിടെ തന്നെ നോക്കാം, 4 3 12 അല്ലേ. അപ്പോൾ 3 ഇതിൽ രണ്ടിലും വരുന്ന പൊതു ഘടകം എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ എന്താണ് ഇതിനെ ചെറുതാക്കാൻ എന്താ ചെയ്യേണ്ടത്? 9/12 എന്ന് പറയുമ്പോൾ 3 ഇതിൻ്റെ രണ്ടിനെ പൊതു ഘടകം. അപ്പോൾ നമുക്ക് 3 എന്ന് ഇവിടെ എഴുതി വെക്കാം. എന്നിട്ട് 3നെ എന്തുകൊണ്ട് ഗുണിച്ചാൽ, നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ റിവേഴ്സ് ചെയ്യാണ്. 3നെ എന്തുകൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് 9 കിട്ടുക? 3നെ 3 കൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് 9 കിട്ടുക. അതേപോലെ തന്നെ 12നെ 3നെ എന്തുകൊണ്ട് ഗുണിച്ചാലാണ് 12 കിട്ടുക? 4 കൊണ്ട് ഗുണിച്ചാലാണ്. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 3/4. അപ്പം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ആദ്യം നമ്മൾ എന്താണ് എഴുതേണ്ടത്? ഇവിടെ നിറം ചെയ്ത ഭാഗം എത്രയാണെന്ന് എഴുതുക. അത് 1 1/3, രണ്ടാമത്തേത് 5/12 നമുക്ക് കിട്ടിയത്. ഓക്കെ, അതിൽ നമ്മളിവിടെ ചെയ്യേണ്ടത് ഈ 2 കോളത്തിൽ നമ്മൾ 2 എഴുതി. ഇനി അടുത്ത കോളത്തിൽ ഇത് എഴുതുമ്പോൾ നമ്മൾ എന്താ എഴുതേണ്ടത്? 4/12 കൂട്ടണം 5/12. അപ്പോൾ ഈ 5/12 ഇവിടെ തന്നെ ഉണ്ട്. 1/3 4/12 ആയി എന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. വിശദമായിട്ട് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ 2ൻ്റെയും അതായത് 3ൻ്റെയും 4ൻ്റെയും പൊതുഗുണിതം എടുത്തിട്ടാണ് നമ്മൾ 12ലേക്ക് മാറ്റിയത്. ഇനി 4 കൂട്ടണം 5 എന്ന് പറയുമ്പോൾ എത്രയാണ്? 9/12. അതാണ് നമ്മൾ അടുത്ത കോളത്തിൽ എഴുതേണ്ടത്, 9/12. ഈ 9/12നെ നമ്മൾ ഇനി എന്ത് ചെയ്യണം? ലളിത രൂപത്തിൽ എഴുതണം. അതാണ് നമ്മൾ എന്ത് ചെയ്തത്? 3 എടുത്തിട്ട് നമ്മൾ ചെയ്തു. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 3/4. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 3/4 കിട്ടിയെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായെന്ന് കരുതുകയാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഇവിടെയും 2 വട്ടങ്ങൾ തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്ക് എളുപ്പമാണ്, വട്ടത്തിൻ്റെ ഭിന്നസംഖ്യ എഴുതാൻ വളരെ എളുപ്പമാണ്. ഓക്കെ, വട്ടത്തിനാകെ എത്ര മൊത്തത്തിൽ എത്രയുണ്ട്? 1 2 3 4 5 6 അല്ലേ. 6 ഭാഗങ്ങളാണ് വട്ടത്തിനുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ എന്തെഴുതാം? 6 എന്ന് എഴുതാം. ഓക്കെ, എത്ര എണ്ണമാണ് നിറം കൊടുത്തത്? ആകെ ഒന്നേ നിറം കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് 1/6 എന്ന് എഴുതാം. കോളം ചെറുതാണ്, 1/6 എന്ന് ഇവിടെ എഴുതാം. ഇനി കൂട്ടണം. ഇവിടെ എത്ര കോളം ഉണ്ട്? 1 2 3 4, ആകെ ഭാഗം 4ആണ്. അതിൽ എത്ര എണ്ണം നിറം കൊടുത്തിട്ടുണ്ട്? 3 എണ്ണത്തിന് നിറം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 3/4 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഭാഗം നമുക്ക് കിട്ടി. ഇനി ഇവിടെയും പ്രശ്നമാണ്. എന്താണ് പ്രശ്നം? ഇവിടെ 1 1/6 ആണ്, 1 3/4. അപ്പോൾ 6ൻ്റെയും 4ൻ്റെയും ഛേദങ്ങൾ അല്ലേ, ഛേദങ്ങൾ രണ്ടും വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 6ൻ്റെ ഗുണിതങ്ങളും 4ൻ്റെ ഗുണിതങ്ങളും എഴുതി നോക്കിയിട്ട് അതിൽ ഏറ്റവും ചെറുതായ പൊതുവായിട്ടുള്ള ചെറിയ സംഖ്യ നമ്മൾ എഴുതുക. അപ്പോൾ നമുക്കതൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ 6ൻ്റെ ഗുണിതങ്ങൾ നമുക്ക് എഴുതി നോക്കാം. എന്താണ്? 6 12. ഓക്കെ, ഇനി 4ൻ്റെ ഗുണിതങ്ങൾ നമുക്ക് എഴുതി നോക്കാം. 4 8 12 അല്ലേ. അപ്പോൾ ഇതിൽ രണ്ടും പൊതുവായിട്ട് വരുന്ന സംഖ്യ ഏതാണ്? 12ആണ്. ഏറ്റവും ചെറിയ സംഖ്യ 12ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 6നെ നേരത്തെ നമ്മൾ ഒരു സംഖ്യയെ മാത്രമേ ഉള്ളൂ നമ്മൾ ഒരേ ചെയ്തത്. കാരണം നമ്മൾ നേരത്തെ ചെയ്ത കണക്കിൽ 5/12 എന്തായിരുന്നു? അത് ലസാഗു തന്നെയായിരുന്നു. ഇതിൽ നമുക്ക് 6നെയും 4നെയും എന്താക്കണം? നമുക്ക് ഒരേ ഗുണിതത്തിലേക്ക്, ഒരേ ഛേദത്തിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ആദ്യത്തെ ഷെയ്ഡ് ചെയ്ത ഭാഗം 1/6 ആണ്. ഓക്കെ,
അപ്പോൾ ഇവിടെ നമുക്ക് ഇനി കിട്ടേണ്ടത് എന്താണ്? 12ആണ്. 12ആണ് നമ്മുടെ ഛേദം കിട്ടേണ്ടത്. അപ്പോൾ 6നെ എന്തുകൊണ്ട് ഗുണിച്ചാലാണ് 12 കിട്ടുക? 2 കൊണ്ട് ഗുണിച്ചാലാണ് 12 കിട്ടുക. ഇപ്പോൾ ഛേദത്തെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ അംശത്തെയും എന്തുകൊണ്ട് ഗുണിക്കണം? 2 കൊണ്ട് തന്നെ ഗുണിക്കണം. അപ്പോൾ 1 ഗുണിക്കണം 2. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? 2/12. അപ്പോൾ നമുക്കിവിടെ എന്ത് എഴുതാം? 2/12 എന്ന് എഴുതാം. ഇനി അടുത്ത് എന്താണ് നമുക്ക് കിട്ടിയ എന്തായിരുന്നു? 3/4 ആയിരുന്നു അല്ലേ? ഇനി നമ്മൾ 3/4നെയും ഇതേപോലെ എഴുതണം. 3/4 ഇത് നിങ്ങളൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതുക. ഇതിൽ സ്ഥലമില്ലാത്തത് കൊണ്ടാണ് അവിടെ ഇവിടെയൊക്കെ എഴുതുന്നത്. 3/4നെ നമുക്ക് 12 ഛേദമാക്കി മാറ്റണം. അപ്പോൾ 4നെ എന്തുകൊണ്ട് ഗുണിച്ചാലാണ് 12 കിട്ടുക? എല്ലാവർക്കും അറിയാം, 3 കൊണ്ട് ഗുണിച്ചാലാണ്. അപ്പോൾ 4നെ 3 കൊണ്ട് ഗുണിച്ചിട്ട് 12 കിട്ടി. അപ്പോൾ 3നെയും എന്തുകൊണ്ട് ഗുണിക്കണം? 3 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3/12 കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയ ഉത്തരം എത്രയാണ്? അപ്പോൾ നമ്മൾ 3/4നെ 3 കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 9/12. ഇനി നമ്മൾ എന്താണ് ഈ കോളത്തിൽ എഴുതുന്നത്? 2/12 കൂട്ടണം 9/12. 2/12 കൂട്ടണം 9/12 നമ്മൾ ചെയ്താൽ എത്രയാണ് നമുക്ക് കിട്ടുക? നമുക്ക് 11/12 കിട്ടുക അല്ലേ? 11/12 കിട്ടുക. അപ്പോൾ ഇതിനെ നമുക്ക് ചെറുതാക്കാനൊന്നും കഴിയില്ല. കാരണം ഇത് രണ്ടും വ്യത്യസ്ത സംഖ്യകളാണ്. ഇതിന് പൊതുവായിട്ട് ഘടകങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ആൻസർ 11/12 തന്നെ എഴുതാം. അപ്പോൾ നമ്മൾ 1/6നെ 2 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ 2/12 3/4നെ 3 കൊണ്ട് ഗുണിച്ചു 9/12 ഇനി ഈ കിട്ടിയ ഭിന്നസംഖ്യ നമ്മൾ കൂട്ടി 2/12 കൂട്ടണം 9/12. അപ്പോൾ നമുക്ക് 11/12. അപ്പോൾ അവസാനത്തെ ഉത്തരം എത്രയാണ്? 11/12. ഇനി നമുക്ക് ലാസ്റ്റ് ചോദ്യമാണ്. ലാസ്റ്റ് ചോദ്യം നോക്കൂ. ഇവിടെ നമുക്ക് നിറം കൊടുത്ത ഭാഗങ്ങൾ നോക്കാം. 1 2 3 4 5 അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 5 ഭാഗങ്ങളുണ്ട്. 5 ഭാഗങ്ങളുണ്ട്. അതിൽ എത്രയാണ് ഷെയ്ഡ് ചെയ്തത്? 1 2 3. അപ്പോൾ 3/5 എന്ന് കൊടുക്കാം. ഇനി അടുത്തത് എത്രയുണ്ട്? 1 2 3 4. അപ്പോൾ നമുക്ക് ആകെ എത്ര ഭാഗങ്ങളുണ്ട്? 8 ഭാഗങ്ങളുണ്ട്. അതിൽ ഷെയ്ഡ് ചെയ്തത് 3 ഭാഗങ്ങളാണ്. അപ്പോൾ നമ്മൾ 3/8 എന്ന് എഴുതി. ഇനി നമുക്ക് ഇത് രണ്ടും കൂട്ടണം. കൂട്ടാൻ ഛേദം വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ലസാഗു കാണണം. അപ്പോൾ 5ൻ്റെ ഗുണിതങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ എന്തായിരിക്കും? 5 10 15 20 25 30 35 45 വരെ നമ്മൾ 35 40 അല്ലേ? 8ൻ്റെ ഗുണിതം എടുക്കുമ്പോൾ 8 16 24 32 40. അപ്പോൾ ഏറ്റവും ചെറിയ പൊതുഗുണിതം ഏതാണ്? 40 ആണ് അല്ലേ? അപ്പോൾ ഇനി നമ്മൾ 40 ഛേദമാവുന്ന രീതിയിലേക്ക് ഇതിനെ മാറ്റണം. അപ്പോൾ നമ്മൾ 3/5നെ നമുക്ക് 40ലേക്ക് മാറ്റുമ്പോൾ എത്ര കിട്ടും? 5നെ എത്ര കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് കിട്ടുക? 8 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് 40 കിട്ടുക. അപ്പോൾ നമുക്ക് ചെയ്തു നോക്കാം. 3/5നെ നമ്മൾ 40 നമുക്ക് കിട്ടിയത്. 8 5 40. അപ്പോൾ 3 8 24. അപ്പോൾ നമുക്ക് 3/8നെ എന്താക്കാം? 3/5നെ എന്ത് ചെയ്യാം? 24/40 എന്ന് എഴുതാം. അതേപോലെ തന്നെ ഇനി 3/8നെ നമുക്ക് എന്ത് എഴുതാം? 3/8നെ നമുക്ക് 8 5 40. 3 ഗുണിക്കണം 5 15. 15/40 എന്ന് എഴുതാം. ഓക്കെ. ഇനി നമ്മൾ ഇത് രണ്ടും കൂട്ടണം. എന്താണ്? 24/40 24/40 പ്ലസ് 15/40. 24 15 കൂട്ടിയ എത്രയാണ്? 9 39/40. അപ്പോൾ നമ്മുടെ അവസാനത്തെ ഉത്തരം എത്രയാണ്? 39/40. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് കരുതുകയാണ്. ഇവിടെ നോക്കൂ. 5ൻ്റെയും 8ൻ്റെയും പൊതുഛേദം ലസാഗു 40 ആയതുകൊണ്ട് 2 ഭിന്നസംഖ്യകൾ നമ്മൾ ഛേദം 40 മാറ്റുന്നു. 3/5 3 ഗുണിക്കണം 8 24. 5 ഗുണിക്കണം 8 40. ഇനി അതേപോലെ തന്നെ 3/8നെ 5 കൊണ്ട് ഗുണിച്ചു. 3 ഗുണിക്കണം 5 15. 8 ഗുണിക്കണം 5 40. ഇനി നമ്മൾ ഇപ്പോൾ കിട്ടിയ ഭിന്നസംഖ്യ തമ്മിൽ കൂട്ടാണ് ചെയ്തത്. 24 15 കൂട്ടിയപ്പോൾ നമുക്ക് കിട്ടിയത് 39/40 ആണ്. ഇനി നമുക്ക് അടുത്ത